നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. ഒട്ടുമിക്ക ആൾക്കാരുടെയും മനസ്സിലെ ഒരു ചിന്തയാണ് നമ്മുടെ വീട്ടിൽ ഏതൊക്കെ ദേവതമാരെ വെച്ച് പൂജിക്കാം, അല്ലെങ്കിൽ ആരെയൊക്കെ വെച്ച് പൂജിച്ചുകൂടാ എന്നുള്ളത്. ഇന്നലെ യാദൃച്ഛികമായി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാനിടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ ഒരുപാട് ദേവതമാരുടെ പടങ്ങൾ ഇങ്ങനെ മുമ്പും പുറകുമായി അടുക്കി വച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നമ്മൾക്ക് വീട്ടിൽ ഏതൊക്കെ ദേവതമാരെയാണ് വെച്ച് പൂജിക്കാൻ പറ്റുന്നത്. അപ്പം ആ കൂട്ടത്തിൽ ഭദ്രകാളിയുണ്ട്, ഹനുമാൻ്റെ പടമുണ്ട്, വേതാളത്തിൻ്റെ പടമുണ്ട്, ഭൈരവനുണ്ട്, ഉഗ്രമൂർത്തി ഭാവത്തിലുള്ള പല ദേവതമാരുടെയും പടങ്ങൾ അവിടെ കാണാനിടയായി. അപ്പം അദ്ദേഹത്തിൻ്റെ സംശയ നിവൃത്തിയോടൊപ്പം മറ്റ് എല്ലാവരുടെയും അറിവിലേക്കായിട്ടാണ് ഇതൊരു വീഡിയോ ആയി ചെയ്യാം എന്ന് വെച്ചത്. ശരിക്കും നമ്മുടെ വീടുകളിൽ ഒരുപാട് പടങ്ങൾ ഒന്നും വെച്ച് ആരാധിക്കരുത്. പിന്നീട് ഉഗ്ര മൂർത്തിഭാവത്തിലുള്ള ഈ പറയുന്ന ഭദ്രകാളി, ഭൈരവൻ, മറ്റുള്ള ദേവതാ സങ്കല്പങ്ങൾ ഒക്കെ വെച്ച് ഒരിക്കലും പൂജിക്കരുത്. നമ്മുടെ വീട് തന്നെ ഒരു ക്ഷേത്രമാകണം. അങ്ങനെ ക്ഷേത്രമാകണമെങ്കിൽ ആ വീട്ടിൽ വേണ്ട വിധത്തിലുള്ള എല്ലാ മര്യാദകളും പരിപാലിക്കുന്നവർ ആകണം. അച്ഛൻ, അമ്മ, മക്കൾ, ബന്ധുമിത്രാദികൾ ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ട് കുടുംബമാണ് നമ്മളുടെയൊക്കെ വീടുകൾ. പണ്ടൊക്കെ കൂട്ട് കുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ സന്ധ്യാനാമവും അതുപോലെ കൃത്യമായ വിളക്കൊക്കെ തീരും. രാവിലെയും വൈകിട്ടും ഒക്കെ വിളക്ക് കത്തിച്ച് അത്യാവശ്യം ദേവസങ്കല്പങ്ങളെ വെച്ച് തന്നെ പൂജിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്തുകൂടാ എന്ന് നമുക്ക് അറിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു വീട്ടിൽ അത്യാവശ്യം വയ്ക്കേണ്ടത് ആ വീട്ടിലുള്ള അംഗങ്ങളുടെ എല്ലാം പേരും നാളും ചേർത്ത് എഴുതിയ ആ നക്ഷത്രക്കാർക്ക് ഉചിതമാകുന്ന ഒന്നുകിൽ ഒരു മഹാസുദർശനം, ഇല്ലെങ്കിൽ ഒരു ശ്രീയന്ത്രം, ഇല്ലെങ്കിൽ ശൂലിനിയന്ത്രം, അതുമല്ലെങ്കിൽ നരസിംഹയന്ത്രം, അങ്ങനെ പല വിധാനത്തിലുള്ള യന്ത്രങ്ങൾ നമുക്കുണ്ട്. ആ യന്ത്രങ്ങളിൽ നമ്മുടെ നാമനക്ഷത്രമൊക്കെ എഴുതി കൃത്യമായി പൂജാസ്ഥാനത്ത് വെക്കുകയും അതോടൊപ്പം അത്യാവശ്യം നമുക്ക് ദേവന്മാരെ വെച്ച് പൂജിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഗണപതിയുടെ ഒരു പടം, അത് ബാലഗണപതി ആയിരിക്കും ഏറ്റവും നല്ലത്. കാര്യം വെച്ചാൽ ബാലഗണപതി സങ്കല്പം എന്ന് പറയുന്നത് 2 കൊമ്പുകളുള്ള ഇടംപിരി തുമ്പിക്കൈയുള്ള ഗണപതിയാണ് ബാലഗണപതി. ശരിക്കും അത് നമ്മുടെ കൊട്ടാരക്കര ഗണപതിയാണ് ബാലഗണപതിയായിട്ട് ഈ അടുത്ത പ്രദേശങ്ങളിൽ ഉള്ളത്. ഇടത്തോട്ട് തുമ്പിക്കയും അതുപോലെ 2 കൊമ്പുകളും ഉള്ളതാണ് കൊട്ടാരക്കര ഗണപതി. അതേ രീതിയിലുള്ള പടമോ, ഇല്ലെങ്കിൽ പശു പാദത്തെ നക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പടമോ, വിദ്യ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവിടെ ഒരു സരസ്വതി ദേവിയുടെ പടമോ, ഇങ്ങനെയുള്ള പടങ്ങൾ മാത്രമേ വെക്കാവൂ. ഇപ്പം നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ആ വീടിൻ്റെ ഭിത്തി നിറഞ്ഞ്, അതിൻ്റെ മുമ്പിലും നിറഞ്ഞ്, അതിൻ്റെ മുമ്പിലും നിറഞ്ഞ്, ആ വീടിൻ്റെ പൂജാമുറിയിലോട്ട് കയറാനൊക്കാത്ത അവസ്ഥയിൽ പടങ്ങൾ നിരത്തി വെച്ചേക്കുന്ന ഒരവസ്ഥയാണ്. അതിൽ ജീർണിച്ചതുണ്ടാവും, നല്ലതുണ്ടാവും, വിഗ്രഹങ്ങളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. വിഗ്രഹങ്ങളൊന്നും ഒരു കാരണവശാലും ഗൃഹത്തിൽ വെച്ച് പൂജിക്കരുത്. അല്ലെങ്കിൽ പ്രത്യേക സ്ഥാനനിർണയം നടത്തി അവിടെ വേണം വെച്ച് വിഗ്രഹങ്ങളൊക്കെ പൂജിക്കാൻ. അപ്പം ഇത് നമ്മുടെ അറിവ് കൂടുതൽ കൊണ്ടോ അറിവിൻ്റെ കുറവ് കൊണ്ടോ സംഭവിക്കുന്നതാണ്. ഏതൊരു വീട്ടിലും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ നാമനക്ഷത്രാദികൾ തന്നെ ലിഖിതം ചെയ്ത ഒരു യന്ത്രം അറിയാവുന്ന ഏതെങ്കിലും ഒരു ആചാര്യനെ കൊണ്ട് എഴുതി നമുക്ക് ബോധ്യപ്പെടുത്തി വേണം അത് വാങ്ങിക്കൊണ്ടുവെക്കാൻ. ആ ചക്രം നമ്മൾ മേടിക്കുമ്പോൾ ശരിക്കും അദ്ദേഹം നമ്മളെ കാട്ടിത്തരണം, ഇതാണ് നിങ്ങളുടെ പേര്, ഇതാണ് നിങ്ങളുടെ നാള്, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരും നാളും ഇതിൽ എഴുതിയിരിക്കുന്ന ശരിയാണോ എന്ന് അദ്ദേഹം സധൈര്യം ചോദിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ കൈപ്പടയിൽ തന്നെ അത് എഴുതിയിരിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതൊക്കെ കൃത്യമായി ഒഴിവാക്കുകയും
കൃത്യമായ ദേവതകളെ വെച്ച് പൂജിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തപ്പെടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ നേരിട്ട് വിളിക്കാം. ഞാൻ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.